കെ.ആർ. മീരയുടെ കഥകൾ. പായിപ്പാട് മുതൽ പേസ് മേക്കർ വരെ. ഇരട്ട പിള്ളേര് വേർപിരിയാൻ പോകുന്ന വാർത്ത വന്ന ദിവസമായിരുന്നു കഴിഞ്ഞെൻ്റെ അങ്ങേ ഞായറാഴ്ച. രാവിലെ മുണ്ടും ഷർട്ടുമിട്ട് പള്ളിയിലോട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് നാരായണൻ പേപ്പർ കൊണ്ട് എറിഞ്ഞേച്ചു പോയത്. അവൾ ചട്ടയും മുണ്ടും മാറ്റി വരാൻ സമയമെടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ പേപ്പറൊന്ന് തിരിച്ചും മറിച്ചും നോക്കി. അപ്പോഴത്തേക്ക് അവൾ നേരിയതും കയ്യിൽ പിടിച്ച് തിടുക്കപ്പെട്ടു വന്നു. വേദപുസ്തകവും ഇളയമോൻ കഴിഞ്ഞ വതിക്ക് കൊണ്ടുവന്ന കസവും നേരിയതും ഒന്നിച്ച് കക്ഷത്തി വെച്ച് അവൾ ആ വീട് പൂട്ടിയത്. പത്രവും വായിച്ചുകൊണ്ട് നിൽക്കുന്നതിന് എന്നെ ഏതാണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാനും അങ്ങ് ഇറങ്ങി. കുർബാനയ്ക്ക് താമസിക്കുമല്ലോ എന്നും പറഞ്ഞ് താക്കോൽ എൻ്റെ കയ്യിലോട്ട് പിടിപ്പിച്ച് അവൾ മുമ്പിൽ കയറി പാഞ്ഞു പോവുകയായിരുന്നു. പോകുന്ന പോക്കിൽ ആ നേരിയത് നേരെ ഉടുത്തതും ബ്രോച്ച് വെച്ച് കുത്തിയതും. അങ്ങനെയായിരുന്നു അന്ന് ഞങ്ങളുടെ പുറപ്പാട്. രാത്രിയിലൊക്കെ മഴ പെയ്തുവരുന്നതുകൊണ്ട് വഴിയിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് നടന്നത്. ഇക്കാലം അത്രയും ഒന്നിച്ചാ പള്ളിയിൽ പോയിട്ടുള്ളത്. ഞങ്ങൾ ഓരോന്നും മിണ്ടിയും പറഞ്ഞ് നടക്കും. ഇടയ്ക്ക് ഞാൻ കുറച്ച് മുന്നേ നടക്കും, അവൾ പിറകെ വരും. ചിലപ്പോൾ അവൾ മുന്നേ കയറി നടക്കും, ഞാൻ പിറകെ പോകും. അന്ന് ഞങ്ങൾ പായിപ്പാട്ട് കവലയിൽ തിരിയുന്നിടത്ത് വന്നപ്പോൾ അവൾ മുന്നേ കയറി. അവളുടെ മുണ്ടിൻ്റെ ഞൊറി അങ്ങനെ താളത്തിൽ കിടന്നടിക്കുന്നത് നോക്കി ഞാൻ പിറകെ നടന്നു. വഴിയിലൊന്നും ആരുമില്ലായിരുന്നു. മഴക്കാറുണ്ടായിരുന്നു. കുഞ്ഞായുടെ റബ്ബർ തോട്ടത്തിലെ അടുത്ത് വന്നപ്പം പെട്ടെന്നൊരു മൂടലായി. അപ്പോൾ അവൾ പാട്ട് മൂളാൻ തുടങ്ങി.